ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തമ്മിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ്. ഈ ഒരു മുഴുവൻ ചാപ്റ്ററും 20 മിനിറ്റിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. നിങ്ങൾ റെഡി ആണെങ്കിൽ ബുക്കും പേനയും ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരുന്നോളൂ. നമ്മുടെ മുൻപിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക്. ദാ പിടിച്ചോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട് അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ, ആദേശ രാസപ്രവർത്തനം, അഡീഷൻ, പോളിമറൈസേഷൻ, താപീയ വിഘടനം, ജ്വലനം, ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ റിയാക്ഷൻസ് പഠിക്കാനുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം കാണിക്കുന്നത് എപ്പോഴും ആൽക്കെയിനുകളായിരിക്കും കേട്ടോ. അപ്പോ ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വന്നിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ടിനുള്ളിലുള്ള ആറ്റങ്ങളെ മാറ്റി അവിടെ കയറിയിരിക്കുന്നു. അതായത് റിയാക്ഷൻസ് ഇൻ വിച്ച് ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെ മാറ്റി വേറൊരാൾ കയറിയിരിക്കുന്നു. സപ്പോസ് നമ്മുടെ മീഥേൻ എന്ന് പറയുന്ന ആള് CH4 ക്ലോറിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് സൺലൈറ്റിന്റെ പ്രസൻസിൽ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ. ഈ ക്ലോറിൻ വന്ന് മീഥേനിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ കയറിയിരിക്കുന്നു. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവരിതാ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ക്ലോറിൻ കയറിയിരിക്കുന്നു. ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl ഉണ്ടാവുന്നു. ഇനി ഇതേ CH3Cl എന്ന് പറയുന്ന ആള് വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ രണ്ടാമതൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ CH2Cl2 പ്ലസ് HCl ആയിട്ട് മാറും. അത് കഴിഞ്ഞ് ഈ CH2Cl2 വീണ്ടും ഒരു ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ മൂന്നാമത് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ CHCl3 ആകും പ്ലസ് HCl ആകും. ഈ CHCl3 വീണ്ടും എന്ത് ചെയ്യും മക്കളെ? ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും. ലാസ്റ്റത്തെ ഹൈഡ്രജനെ കൂടെ റീപ്ലേസ് ചെയ്ത് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് ആകും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഹൈഡ്രജനെയും, മീഥേനിലെ ഓരോ ഹൈഡ്രജനെയും ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം വന്ന് റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പറയാം ആദേശം ചെയ്തു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയാം. ഇനി നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം, അഡീഷൻ. പേര് പോലെ തന്നെ ആഡ് ചെയ്യുകയാണ്. ആരിലേക്കാണ് ആഡ് ചെയ്യുന്നത്? ആൽക്കീനുകളിലേക്കും ആൽക്കൈനുകളിലേക്കും. ആ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും പൊട്ടിക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ ചേർത്ത് കൊടുക്കുന്നു. റിയാക്ഷൻസ് ഇൻ വിച്ച് അൺസാറ്റുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് കമ്പൈൻ വിത്ത് സ്മോൾ മോളിക്യൂൾസ് ടു ഫോം സാറ്റുറേറ്റഡ്. അപൂരിത ഹൈഡ്രോ കാർബൺ പൂരിതമായിട്ട് മാറുന്നു. അൺസാറ്റുറേറ്റഡ് സാറ്റുറേറ്റഡ് ആയിട്ട് മാറുന്നതാണ് അഡീഷൻ. എന്റെ കുട്ടികൾ ഓർത്തു വെക്കുക, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള നമ്മുടെ ആൽക്കീനുകളും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈനുകളുമാണ് അഡീഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. കാണിച്ചു തരാം. CH ട്രിപ്പിൾ ബോണ്ട് CH നമ്മുടെ ഈഥൈനാണ്. ഇതിലേക്ക് ഞാൻ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? അപ്പോ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് ഓരോ കാർബണിന്റെ അടുത്തേക്കും പോകും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് പൊട്ടി, ട്രിപ്പിൾ ബോണ്ട് പൊട്ടി, അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ നോക്കിക്കോ, CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറി. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈഥീൻ വീണ്ടും ഒരു ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ വീണ്ടും ഓരോ കാർബണിലേക്കും ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുക. അങ്ങനെയാകുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് മക്കളെ CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്ന ഈഥൈൻ ആയിട്ട് മാറി. അപ്പോൾ ഈഥൈൻ എന്ന് പറയുന്ന ഒരു അൺസാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബണെ ഈഥൈൻ എന്ന് പറയുന്ന ഒരു സാറ്റുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റി. ഇതുപോലെ തന്നെ മറ്റൊരു റിയാക്ഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈഥൈനിലേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl ആഡ് ചെയ്യാം. എന്താ സംഭവിക്കുക? ഹൈഡ്രജനും ക്ലോറിനും പൊട്ടും, ഹൈഡ്രജൻ ആറ്റമായി ക്ലോറിനുമായിട്ട് മാറി. ഇനി ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്കും ക്ലോറിൻ മറ്റേ കാർബണിലേക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കേ, ഇവിടെ CH2 ആയി, ഇപ്പുറത്ത് CHCl ആയി. ഓക്കെ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് മക്കളെ നമ്മൾ അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തു വെക്കണം, ആൽക്കീനുകളും ആൽക്കൈനുകളും മാത്രമാണ് അഡീഷൻ പ്രവർത്തനം കാണിക്കുക. അടുത്തതാണ് പോളിമറൈസേഷൻ. അതായത് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ലാർജർ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ചെറിയ തന്മാത്രകൾ കൂടി ചേർത്ത് വലിയ ആൾക്കാരായിട്ട് മാറുന്നു. മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിമേഴ്സ് ആയിട്ട് മാറുന്നു. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്.
അഡീഷൻ പോളിമറൈസേഷനും ഉണ്ട്, അതേപോലെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സപ്പോസ് നമ്മൾ n നമ്പർ ലാർജ് നമ്പർ ഈഥീനിനെ എടുത്തു എന്ന് വിചാരിക്കുക, CH2 ഡബിൾ ബോണ്ട് CH2, അത് നമുക്ക് എണ്ണാൻ കഴിയാത്തത്ര നമ്പർ, അതാണ് n നമ്പർ ഈഥീനിനെ എടുക്കുന്നു. ഇവരെ തമ്മിൽ മക്കളെ എന്താ സംഭവിക്കുക? ആഡ് ചെയ്യപ്പെടുക, റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവരുടെ ഇടയിലുള്ള സിംഗിൾ ബോണ്ട് ആവും, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും, CH2 സിംഗിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. ഇങ്ങനെ n നമ്പർ ആയിട്ടുള്ള ആൾക്കാര് കമ്പൈൻ ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും പോളി ഈഥൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് നമ്മൾ പറയുന്ന പോളിമറിനെയും നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഇതേപോലെ തന്നെയാണ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ആളുടെ പോളിമറൈസേഷൻ. നോക്കിക്കേ, വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CHCl, ഇതാണ് വിനൈൽ ക്ലോറൈഡ്. നമ്മൾ എത്ര ആൾക്കാരെ എടുക്കണം? n നമ്പർ, എണ്ണാൻ കഴിയാത്തത്ര വിനൈൽ ക്ലോറൈഡിനെ എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ആദ്യം ഡബിൾ ബോണ്ട് പൊട്ടി അവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും, CH2 CHCl ആയിട്ട് മാറും. അങ്ങനെ n നമ്പർ ആൾക്കാര് കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന ആളാണ് PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ്. പൈപ്പും ബക്കറ്റും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആള്. അടുത്തതായിട്ട് നമുക്ക് ടെട്രാഫ്ലൂറോ ഈഥീനിനെ പഠിക്കാനുണ്ട്. CF2 ഡബിൾ ബോണ്ട് CF2, ഇതാണ് നമ്മുടെ ടെട്രാഫ്ലൂറോ ഈഥീൻ. ഇയാളെ നമ്മൾ എത്ര എണ്ണം എടുക്കണം? n നമ്പർ എടുക്കണം അല്ലെ? എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് പൊട്ടുന്നു, സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതേപോലെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടെട്രാഫ്ലൂറോ ഈഥീൻ തന്മാത്രകൾ തമ്മിൽ കൂടി ചേർന്ന് നമുക്കിവിടെ ടെഫ്ലോൺ, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലെങ്കിൽ ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമറെ കിട്ടുന്നു. ഇതിന്റെയൊക്കെ യൂസസും കൂടെ ആ ടേബിളിനുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ അഡീഷൻ പോളിമറൈസേഷൻ. അപ്പൊ എന്താ മക്കളെ? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. കണ്ടൻസ് ചെയ്യുക, രണ്ട് മോണോമേഴ്സ് തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ നിന്നൊരു സ്മോൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തു പോകും. രണ്ട് മോണോമറുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ നിന്നൊരു ചെറിയ തന്മാത്രയെ പുറത്താക്കേണ്ടി വരുന്നു. കണ്ടൻസ് ചെയ്യാണ്, കൂടി ചേർന്ന് ചുരുങ്ങാണ്. അതാണ് നമ്മുടെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമീനും കൂടി ചേർന്ന് നൈലോൺ 6,6 ആയിട്ട് മാറുന്നു. പിന്നെ ബേക്കലൈറ്റ, പോളിസ്റ്റർ, ഇതൊക്കെ കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഉദാഹരണം കറക്റ്റ് ആയിട്ട് എന്റെ കുട്ടികൾ ഓർത്തിരിക്കണം, എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നൈലോൺ 6,6ന്റെ ഫോർമേഷൻ നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് അഡിപ്പിക് ആസിഡ് എടുക്കാം. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ COOH, CH2 4 ടൈംസ് COOH, ഇതാണ് നമ്മുടെ അഡിപ്പിക് ആസിഡ്. ഇതിലേക്ക് ഹെക്സാമെഥിലിൻ ഡയമീനെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഹെക്സാമെഥിലിൻ n നമ്പർ എടുക്കണം, പോളിമറൈസേഷൻ അല്ലേ, സോ ലാർജ് നമ്പർ എടുക്കുക. ഇനി ഹെക്സാമെഥിലിൻ ഡയമീൻ എന്ന് പറഞ്ഞാൽ NH2 സിംഗിൾ ബോണ്ട് CH2 6 ടൈംസ് NH2, ഇതാണ് ഹെക്സാമെഥിലിൻ ഡയമീൻ എന്ന് പറയുന്ന ആള്. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ എന്റെ കുട്ടികൾക്ക്? ഇവിടെ നിന്ന് ഈ അഡിപ്പിക് ആസിഡിന്റെ കയ്യിൽ നിന്ന് ഒരു OH പുറത്തേക്ക് പോകും. ഓക്കെ, ഇനി അതേപോലെ ഈ NH2ന്റെ കയ്യിൽ നിന്ന് ഒരു Hഉം കൂടെ പുറത്തേക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റഡ് ആയി. ബാക്കിയുള്ളവരെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോളിമർ കിട്ടേ. സോ കമ്പൈൻ ചെയ്ത് എഴുതാം. COOH CH2 4 ടൈംസ്, നോക്കിക്കോ, OH പോയി, CO മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഇവിടെ NH2 ആയിരുന്നു, അതിൽ നിന്ന് ഹൈഡ്രജൻ പോയി, സോ NH ആയിട്ട് മാറി. പിന്നീട് CH2 6 ടൈംസ് NH2. എത്ര ആൾക്കാർ എടുക്കണം? n നമ്പർ ഉണ്ടല്ലേ, ലാർജ് നമ്പർ ഉണ്ട്. അപ്പോ എഴുതി കൊടുക്കുക. ഇതാണ് നമ്മുടെ നൈലോൺ 6,6 എന്ന് പറയുന്ന പോളിമർ. ഈ ഒരു റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് മിക്കവാറും ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനമാണ് കേട്ടോ. വലിയ ഹൈഡ്രോ കാർബണിനെ താപീയ വിഘടനം, തെർമൽ ക്രാക്കിംഗ്, ചൂടാക്കി പൊട്ടിച്ചെടുക്കുകയാണ്. അതാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ കയ്യില് മക്കളെ, നമ്മുടെ കയ്യില് പ്രൊപ്പെയിൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. CH3 CH2
CH3. ഈ പ്രൊപ്പെയിൻ എന്ന് പറയുന്ന ആളെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവന് പൊട്ടി ചെറിയ ആളായിട്ട് മാറാൻ പോകുന്നു. രണ്ടാൾക്കാരായിട്ടാണ് മാറുന്നത്. എപ്പോഴും ഓർത്തു വെക്കുക, ഒരു തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരാള് ഒരു സാറ്റുറേറ്റഡ്, മറ്റേ ആള് അൺസാറ്റുറേറ്റഡ്. അപൂരിതത്തിന്റെയും പൂരിതത്തിന്റെയും മിശ്രിതമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. പ്രൊപ്പെയിൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബണെ നമ്മൾ തെർമലി ക്രാക്ക് ചെയ്താൽ, ചൂടാക്കി നമ്മൾ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആള് മീഥെയിൻ, ഒരു ആൽക്കീൻ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മക്കളെ CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഈഥീൻ, ഒരു അൺസാറ്റുറേറ്റഡ് ആയില്ലേ, അപൂരിതമായില്ലേ. ഇനി ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള മറ്റൊരാളാണ് ബ്യൂട്ടേൻ. CH3 CH2 CH2 CH3. ഈ ബ്യൂട്ടേനിനെ ഇതേപോലെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടേനും വിഘടിക്കും. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആരാന്നറിയോ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാരാ? പ്രൊപ്പീൻ ആണ്. സോ ഒരു അൺസാറ്റുറേറ്റഡിനെ കിട്ടി. അപ്പൊ ഇനി കിട്ടേണ്ടത് CH4, ഒരു സാറ്റുറേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് മാത്രം നോക്കി വെച്ചാൽ മതി. നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കലും തെർമൽ ക്രാക്കിങ്ങിന്റെ പ്രോഡക്റ്റിനെ പറയാൻ പറ്റില്ല. അടുത്തതാണ് കമ്പഷൻ അഥവാ ജ്വലനം. കമ്പഷൻ എന്ന് കേട്ടാൽ അപ്പൊ ഓർത്ത് വെക്കുക, ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റുമായിട്ട് മാറുന്നതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മീഥെയിനിന്റെ കമ്പഷൻ. മക്കളെ, മീഥെയിൻ എന്ന് പറയുന്ന ആള് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കത്തുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കുറച്ച് ഹീറ്റും ലൈറ്റും ഒക്കെ കൂടെ പുറത്തേക്ക് വിടും കേട്ടോ. അതാണ് നമ്മുടെ കമ്പഷൻ അഥവാ ജ്വലനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇതേപോലെ നമുക്ക് ബ്യൂട്ടേനിന്റെ കൂടെ എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാനുണ്ട്. C4H10 ആണ് ബ്യൂട്ടേൻ. സോ 2 ബ്യൂട്ടേൻ 13 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 8 കാർബൺ ഡൈ ഓക്സൈഡും 10 വാട്ടർ മോളിക്യൂളും കുറച്ച് ഹീറ്റ് അഥവാ താപം കൂടെ പുറത്തേക്ക് വരും. അപ്പൊ നോക്കിക്കേ, ഹൈഡ്രോ കാർബൺസ് ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഹീറ്റുമായിട്ട് മാറുന്നതാണ് ജ്വലനം എന്ന് പറയുന്നത്. ഈ ഓരോ റിയാക്ഷൻസും കണ്ടാൽ ഏതുറക്കത്തിൽ ചോദിച്ചാലും എന്റെ കുട്ടികൾക്ക് പറയാൻ സാധിക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഓരോ കോമ്പൗണ്ടുകളിലേക്കാണ്. മെഥനോൾ, എഥനോൾ, എഥനോയിക് ആസിഡ്, എസ്റ്റർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മെഥനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോളിലെ ഒന്നാമത്തെ ആൽക്കഹോൾ ആണ് അല്ലെ. CH3OH ആണ് മെഥനോൾ എന്ന് പറയുന്ന ആള്. മെഥനോളിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് രണ്ടേ ആൾക്കാർ മതി. ഒന്ന് കാർബൺ മൊണോക്സൈഡ്, രണ്ടാമതായിട്ട് ഹൈഡ്രജൻ. മക്കളെ, കാർബൺ മൊണോക്സൈഡും ഹൈഡ്രജനും കൂടി ഒരു 573 കെൽവിനിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓക്കെ, കാറ്റലിസ്റ്റ് അഥവാ ഉത്പ്രേരകം. ഈ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കാർബൺ മൊണോക്സൈഡിനെ നമ്മൾ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. എത്രയും ടെമ്പറേച്ചർ? 573 കെൽവിൻ. ആരുടെ പ്രസൻസിലാ? ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉത്പ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ. ഇവരെ തമ്മിൽ റിയാക്ട് ചെയ്ത് CH3OH എന്ന് പറയുന്ന മെഥനോളിനെ നമുക്ക് കിട്ടും. അപ്പൊ ഈ മെഥനോൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷവസ്തുവാണ് അല്ലെ, പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. വാർണിഷ്, പെയിന്, ഫോർമാലിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് മെഥനോൾ എന്ന് പറയുന്നത്. പ്രിപ്പറേഷനും യൂസസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എഥനോൾ ആണ് കേട്ടോ. രണ്ടാമത്തെ ആൽക്കഹോൾ ആയിട്ടുള്ള എഥനോൾ. എഥനോൾ എന്ന് പറഞ്ഞാൽ മക്കളെ CH3 CH2OH എന്നോ അല്ലെങ്കിൽ C2H5OH എന്നൊക്കെയോ നമ്മൾ പറയാറുണ്ട് നമ്മുടെ എഥനോളിനെ. അപ്പൊ എഥനോളിനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് മൊളാസസ് ആണ്. എന്ന് പറഞ്ഞാൽ പഞ്ചസാര ലായനി എന്ന് നമുക്ക് പറയാം. സൂക്രോസ്, കരിമ്പിൻ ജ്യൂസ് എടുക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ ഉള്ളിലുള്ളത് സൂക്രോസ് ആണ്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റിനെ ചേർക്കുന്നു. ഈസ്റ്റിന്റെ ഉള്ളിലുള്ള എൻസൈം ആണ് ഈ സൂക്രോസിനെ എഥനോൾ ആക്കി മാറ്റുന്നത്. സോ നമുക്ക് റിയാക്ഷൻ നോക്കാം. അപ്പൊ മക്കളെ, C12H22O11 ഇതാണ് നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്നത്. ഇയാളാണ് നമ്മുടെ മൊളാസസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈസ്റ്റിലെ ഒന്നാമത്തെ എൻസൈം, ഈസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് 2 എൻസൈമാ പുറത്തു വരിക. അതിലെ ഒന്നാമത്തെ എൻസൈം ആയിട്ടുള്ള ഇൻവെർട്ടേസ് വരുന്നു. ഓക്കെ, ഇൻവെർട്ടേസ് വന്നിട്ട് എന്താ ചെയ്യാ? ഈ സൂക്രോസിനെ C6H12O6 എന്ന് പറയുന്ന മക്കളെ ഗ്ലൂക്കോസും അടുത്ത C6H12O6 എന്ന് പറയുന്ന ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പില് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. ആരാ മാറ്റിയത്? ഇൻവെർട്ടേസ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ രണ്ടാമത്തെ എൻസൈം, അതാണ് മക്കളെ സൈമേസ്. ഈ എൻസൈം വന്നിട്ട്
C2H5OH എന്ന് പറയുന്ന എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ സൂക്രോസിനെ ഇൻവെർട്ടീസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന് പറയുന്ന എൻസൈം എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എഥനോളുമായി ബന്ധപ്പെട്ട്. നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തി നമുക്ക് കിട്ടുന്ന എഥനോളിനെ നമ്മൾ വാഷ് എന്നാണ് പറയാ കേട്ടോ. ഇതിന്റെ ഗാഢത സ്ട്രെങ്ത് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെ ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം നടത്തുമ്പോൾ ഈ വാഷിനെ നമ്മൾ ആംശിക സ്വേദനം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആളാണ് മക്കളെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഗാഢത എത്രയാണെന്ന് നോക്കിക്കേ, 95.6%. അപ്പൊ മൊളാസസിനെ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ 8 മുതൽ 10% വരെ മാത്രം ഗാഢതയുള്ള വാഷിനെ കിട്ടും. ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ 95.6% കോൺസെൻട്രേഷൻ ഉള്ള റെക്ടിഫൈഡ് സ്പിരിറ്റിനെ നമുക്ക് കിട്ടും. ഇനി 100% ഗാഢതയുള്ള എഥനോളിനെ നമ്മൾ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. 20% ആബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളിന്റെ മിക്സ്ചറിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, വിടാൻ പാടില്ല കേട്ടോ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ മിഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഥനോളിന്റെ മിസ്യൂസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അതിലേക്ക് നമ്മൾ പോയിസണസ് സബ്സ്റ്റൻസുകളെ ചേർക്കുന്നതിനെയാണ് മിഥൈലേഷൻ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന എഥനോളാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്. നോക്കിക്കേ, മദ്യമായി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ എഥനോളിലേക്ക് മെഥനോൾ, പിരിഡിൻ, റബ്ബർ, ഡിസ്റ്റിലേറ്റ് തുടങ്ങിയ വിഷവസ്തുക്കൾ ചേർക്കുന്നു. അതിനെയാണ് നമ്മൾ ഡീനാച്ചുറഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ പോയിസണസ് സബ്സ്റ്റൻസ് ആയിട്ട് മെഥനോൾ ആണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എഥനോളിനെ നമ്മൾ പറയുന്ന പേര് മിഥൈലേറ്റഡ് ആൽക്കഹോൾ. ഓക്കെ, ഈ വിഷവസ്തുവായിട്ട് നമ്മൾ മെഥനോളിനെ യൂസ് ചെയ്താൽ അതിനെ നമുക്ക് മെഥൈലേറ്റഡ് ആൽക്കഹോൾ എന്ന് വിളിക്കാനായിട്ട്, മെഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലാണ് എഥനോൾ കംപ്ലീറ്റ് ആവുക. അടുത്തതായിട്ട് നമുക്ക് എഥനോയിക് ആസിഡ് നോക്കാം. CH3COOH എന്ന് പറയുന്ന ആസിഡ് ആണ് എഥനോയിക് ആസിഡ്. ഇതിന് മറ്റൊരു പേരുണ്ട് അസറ്റിക് ആസിഡ്. വിനാഗിരിയിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് ഈ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. അപ്പൊ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എഥനോയിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ മെഥനോൾ എടുക്കുക. CH3OH എന്ന് പറയുന്ന മെഥനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഒരു കാറ്റലിസ്റ്റ്. ഓക്കെ, ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ മെഥനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് CH3COOH എന്ന് പറയുന്ന എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡിനെ കിട്ടും. അതിന്റെ യൂസസും കൂടെ ഓർത്ത് വെക്കുക. വിനേഗർ, മെഡിസിൻ, സിന്തറ്റിക് ഫൈബേഴ്സ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ലാസ്റ്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്റ്ററിഫിക്കേഷൻ. എന്താ മക്കളെ എസ്റ്ററിഫിക്കേഷൻ? ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്ത വളരെ പ്ലസന്റ് സ്മെല്ലുള്ള ഒരു എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ് ആണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് CH3COOH എന്ന് പറയുന്ന നമ്മുടെ എഥനോയിക് ആസിഡ്, CH3OH എന്ന് പറയുന്ന നമ്മുടെ ആൽക്കഹോൾ നമ്മുടെ മെഥനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താ സംഭവിക്കാന്നറിയോ? ആസിഡിൽ നിന്ന് ഒരു OH-ഉം ആൽക്കഹോളിൽ നിന്ന് H-ഉം പുറത്തേക്ക് പോകും. ആസിഡിൽ നിന്ന് OH, ആൽക്കഹോളിൽ നിന്ന് H. ബാക്കി ആരാ ഉള്ളേ? ഇവിടെ ഒരു CH3CO ബാക്കിയുണ്ട് അല്ലേ? OH പുറത്തു പോയില്ലേ? CH3CO ബാക്കിയുണ്ട്. ഇവിടെ ഒരു CH3O ബാക്കിയുണ്ട്. ഓക്സിജനെ ഞാൻ അടുപ്പിച്ച് എഴുതി. നോക്കിക്കേ, ഇപ്പൊ കിട്ടിയ ആളാണ് എസ്റ്റർ. ഈ ഒരു CH3CO കണ്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ഓർക്കുക, അതാണ് നമ്മുടെ എസ്റ്റർ. അപ്പോ ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് ആരെ എലിമിനേറ്റ് ആയി നോക്കിക്കേ? H-ഉം OH-ഉം കൂടെ ചേർന്ന് വാട്ടർ മോളിക്യൂൾ ആണ് പുറത്തു പോവുക. ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്തൊരു വെള്ളം പുറത്തുപോയി. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വളരെ പ്ലസന്റ് സ്മെല്ലുള്ള കോമ്പൗണ്ട് ആണ് എസ്റ്റർ. ഈ പ്രോസസ് ആണ് എസ്റ്ററിഫിക്കേഷൻ. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. CH3COOH പ്ലസ് CH3CH2OH. എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആസിഡിൽ നിന്ന് ആരാ മക്കളെ പുറത്തേക്ക് പോകണ്ടേ? ആസിഡിൽ നിന്ന് OH പുറത്തേക്ക് പോകണം. ആൽക്കഹോളിൽ നിന്ന് ആരാ പുറത്തേക്ക് പോകണ്ടേ? ആൽക്കഹോളിൽ നിന്ന് H പുറത്തേക്ക് പോകണം. ബാക്കിയുള്ളവരെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്റ്റർ കിട്ടും. ബാക്കി ആരാ ഉള്ളത് നോക്കിക്കേ? ഇവിടെ ഒരു CH3CO ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ മിസ് ഇവിടെ എഴുതാം CH3CO. ഇനി ബാക്കി ആരാ ബാക്കിയുള്ളത് നോക്കിക്കേ? ആൽക്കഹോളിന്റെ കയ്യിൽ ഒരു CH3CH2O എന്ന് പറയുന്ന അത്രയും ആൾക്കാർ ബാക്കിയുണ്ട്. ഓക്സിജനെ അടുത്ത് എഴുതാം. O CH2CH3
ബാക്കിയുണ്ട്. ഇതാണ് ഈഥൈൽ എഥനോയേറ്റ് എന്ന എസ്റ്റർ. എസ്റ്റേഴ്സിന്റെ നോമൻക്ലേച്ചറും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ എസ്റ്ററിഫിക്കേഷൻ. സോ ഈ ഓരോ ഫുഡ് ഐറ്റംസിലുള്ള എസ്റ്റേഴ്സ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. ബനാനയിലുള്ളത് ഐസോമൈൽ അസറ്റേറ്റ്, ജാസ്മിനിലുള്ളത് ബെൻസൈൽ എഥനോയേറ്റ്, ഓറഞ്ചിലുള്ളത് ഒക്ടൈൽ എഥനോയേറ്റ്, പൈനാപ്പിളിലുള്ളത് ഈഥൈൽ ബ്യൂട്ടനോയിറ്റ്. ഇതിലൊക്കെ ഏതാണ് ആസിഡ് എന്നും ആൽക്കഹോൾ എന്നും പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മെഡിസിൻസിലേക്ക് പോവാം. 4 മെഡിസിൻസ് ആണ്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ ബോഡി പെയിൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആളാണ്. ആസ്പിരിൻ ആണ് എക്സാമ്പിൾ. ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പനി വരുമ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന ആളാണ് പാരസിറ്റമോൾ. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് തടയാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ്. ഡെറ്റോൾ ആണ് എക്സാമ്പിൾ. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പെൻസിലിൻ ആണ് എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും 20 മിനിറ്റിൽ താഴെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി പരീക്ഷയിൽ 1 മാർക്ക് പോലും എന്റെ കുട്ടികൾക്ക് നഷ്ടപ്പെടില്ല. ഇത് മിസ്സിന്റെ പ്രോമിസ് ആണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നതായിരിക്കും. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ. മിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടതെന്ന് എന്റെ കുട്ടികൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.